ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഏപ്രിൽ 12 ശനിയാഴ്ച ദിവസം വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. അന്ന് ഹനുമാൻ ജയന്തിയാണ്. ശ്രീ ഹനുമാൻ സ്വാമിയുടെ ജന്മദിനമാണ്. അതുപോലെ തന്നെ പൗർണമി ദിവസവുമാണ്. ഹനുമാൻ സ്വാമിയുടെ ജന്മദിവസം, അതായത് രാമനവമി മുതൽ ഹനുമാൻ സ്വാമിയുടെ ജന്മദിവസം വരെയും ഹനുമാൻ ജയന്തി വരെയും രാമകഥകൾ ആലാപനം ചെയ്യുകയും രാമജയം എന്ന മന്ത്രം ജപിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്താൽ വളരെയധികം ഫലം കിട്ടുമെന്ന് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ 12-ാം തീയതി ഹനുമാൻ ജയന്തി ദിവസം ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ, ഹനുമാൻ ചാലിസ് ഇവയൊക്കെ ജപിച്ചാൽ വായുപുത്രനായ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം വായു വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വളരെ വേഗത്തിൽ സാധ്യതയുണ്ടാകുന്ന ഒരു ദിവസമാണ്. ഹനുമാൻ സ്വാമിയെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും ഏറ്റവും അനുകൂലമായ ഒരു ദിവസമാണ് ഹനുമാൻ ജയന്തി. ശ്രീ ഹനുമാൻ സ്വാമിയുടെ ശ്രീരാമചന്ദ്രനോടുള്ള ഏറ്റവും വലിയ സമർപ്പണഭാവം, ഭക്തിയുടെ ഏറ്റവും വലിയ ഉദാത്തമായ ഒരു ഭാവം ആരാണെന്ന് ചോദിച്ചാൽ അത് ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രനോട് കാണിക്കുന്ന ഭാവമാണ്. അതിനപ്പുറത്തൊരു ദാസ്യഭാവത്തിൽ, ഒരു പൂർണ്ണ സമർപ്പണത്തിൽ ഉള്ള ഒരു ഭക്തനെ നമുക്ക് ഒരു യുഗത്തിലും കാണാൻ കഴിയുകയില്ല. ഹനുമാൻ സ്വാമിയെ പോലെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, സമർപ്പിതനായിട്ടുള്ള ഭക്തൻ, ഒന്നും ആഗ്രഹിക്കാതെ ശ്രീരാമചന്ദ്രനെ കണ്ടുകൊണ്ടിരിക്കുക, നാമം കേട്ടുകൊണ്ടിരിക്കുക, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക, ഭഗവാനെ ഹൃദയത്തിൽ സീതാദേവിയോടൊപ്പം ചേർത്ത് വയ്ക്കുക. ഇതിനപ്പുറം വേറെ എനിക്ക് ജീവിതത്തിൽ സന്തോഷം ഒന്നുമില്ല, സാഫല്യമൊന്നുമില്ല. വേറെ എനിക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും, എന്ത് വരം വേണമെന്ന് ചോദിച്ചാലും എനിക്കൊരിക്കലും ഒടുങ്ങാത്ത ഭക്തി മാത്രം മതി. ഭഗവാന്റെ നാമം ജപിക്കുന്നിടത്തേക്ക് ഓടിയെത്തുവാൻ, എല്ലായ്പ്പോഴും ആ നാമം കേൾക്കുവാൻ എന്നേക്കും എനിക്ക് കഴിയണം. അതിനപ്പുറത്ത് എനിക്ക് ജന്മാന്തരങ്ങൾ ജീവിച്ച് ഇവിടെയുള്ള ഭൂമിയിലെ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കണം എന്നല്ല ഹനുമാൻ സ്വാമി ആവശ്യപ്പെട്ടത് ശ്രീരാമചന്ദ്രനോട്. അങ്ങയുടെ നാമം ജപിക്കുന്നിടത്ത് എല്ലായ്പ്പോഴും കാതുകൂർപ്പിച്ച് ഓടിയെത്തുവാൻ, അങ്ങയുടെ നാമം ജപിക്കുന്ന ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിൽ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ, അവൻ അങ്ങയോടൊത്ത് വളരുവാൻ എന്നെ അനുഗ്രഹിക്കണം എന്നാണ് ഭഗവാനോട് ശ്രീ ഹനുമാൻ സ്വാമി ആവശ്യപ്പെടുന്നത്. എവിടെ രാമനാമം ജപിക്കുന്നുവോ, എവിടെ സീതാരാമന്മാരെ പ്രകീർത്തിക്കുന്നുവോ അവിടെ വളരെ അത്യാവേശത്തോടുകൂടി ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഹനുമാൻ സ്വാമി ചിരഞ്ജീവികളിൽ ഒരാളാണ്. കൽപ്പാന്തത്തിൽ മാത്രമേ ഇനി അദ്ദേഹം ശ്രീ വിഷ്ണു ഭഗവാന്റെ, ശ്രീരാമചന്ദ്രൻ്റെ പത്മപാദങ്ങളിൽ ലയിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഹനുമാൻ സ്വാമി നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ തരുന്ന ഹനുമാൻ ജയന്തി ദിവസം നമുക്ക് ഹനുമാൻ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച്, നമ്മൾ ഇതുവരെയും സാധിക്കില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ പോലും സ്വാമിയെ പ്രാർത്ഥിച്ചാൽ, ഈ ദിവസം പ്രാർത്ഥിച്ചാൽ വളരെ ഉത്തമമായ ഫലത്തോടുകൂടി, വളരെ വേഗത്തിലുള്ള ഫലത്തോടുകൂടി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചിരിക്കും. അതിനുവേണ്ടി ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ, മുൻപ് ഞാൻ ആ മന്ത്രങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ, ഹനുമാൻ ചാലിസ്, അല്ലെങ്കിൽ രാമായണത്തിൽ സുന്ദരകാന്ഡം, ഇതൊക്കെ ജപിക്കാം, പ്രാർത്ഥിക്കാം, പാരായണം ചെയ്യാം. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ, ശ്രീരാമചന്ദ്രൻ്റെ ഭക്തി സേവനത്തിൽ നമുക്ക് മുഴുകാം. എല്ലാവരെയും ശ്രീരാമചന്ദ്ര പ്രഭുവും ഹനുമാൻ സ്വാമിയും സീതാദേവിയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു.